എല്ലാവർക്കും നമസ്കാരം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഗൾഫിൽ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ നല്ല കാറ്റായിരുന്നു. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് കാലത്ത് തന്നെ ഞാനൊരാളോട് ഒരു കാര്യം പറഞ്ഞ്, അത് പറയേണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിങ്ങോട്ട് ഒരു വിഷമം പറഞ്ഞതാണ്. അയാളുടെ ഫാമിലിയിലുള്ള ഒരു തർക്കത്തോട് കൂടിയിട്ടുള്ള ഒരു വിഷമമാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ വീട്ടിൽ ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു ഒരു ചെറിയൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ സൊല്യൂഷന് കറക്റ്റാണ് വെച്ചെങ്കിൽ ഞാനതിപ്പോൾ ഇവിടെ പറയണത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കണ്ടൻ്റായിരുന്നു അത്. അത് തീർച്ചയായിട്ടും നിങ്ങളും അത് കേട്ടിട്ട് ഞാനാ പറഞ്ഞത് എന്തെങ്കിലും അതിൽ വാസ്തവം ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണം. നിങ്ങളാണ് എൻ്റെ ഇപ്പോൾ സപ്പോർട്ട്. ഞാനിപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ മേഖലകളിലും ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമുകളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറും കയ്യിലൊതുങ്ങുന്ന ഒരു 5-6 പേരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നതിനായിട്ട് നല്ലത് ലക്ഷോപലക്ഷം ജനങ്ങൾ കാണുന്ന ഓരോ മേഖലകളിൽ നമ്മളതിനെ അവതരിപ്പിക്കാവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടുന്ന അഭിപ്രായങ്ങൾ വളരെ അർത്ഥവത്തായിട്ടുള്ളതും വളരെ ഫലപ്രദമായിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ കൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറയണത്. അപ്പോൾ ഞാനത് എന്താണ് സംഭവം എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വീട്ടിലുള്ള ഏട്ടൻ അനുജൻ ഭാര്യമാർ തമ്മിലുള്ള ഒരു ചെറിയൊരു തർക്കവിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അനുജനെ സംബന്ധിച്ചിട്ടുള്ള അനുജൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനെ വീട്ടിലിങ്ങനെ ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷേ അനുജൻ അതിനെ ഒന്നും ഏട്ടനോട് അതിൻ്റെ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു അവർ തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലാണ്. പക്ഷേ അത് ഏട്ടനോട് അനുജൻ പറയേണ്ട കാര്യമായിരുന്നു, പക്ഷേ അനുജൻ അത് പറയുന്നില്ല. അനുജൻ്റെ ഭാര്യയും ഏട്ടൻ്റെ ഭാര്യയും തമ്മിലാണ് അവിടെ വാക്ക് തർക്കം വരുന്നത്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ വിഷയം എന്നോട് ഇങ്ങനെ അവതരിപ്പിച്ചു ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നമുക്കൊരു സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് അവരുടെ ഇടയിലുള്ള ഒരു ലൈഫ് എപ്പോഴും സ്നേഹബന്ധങ്ങൾ പരസ്പരം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സ്നേഹം നല്ല ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അധികാരങ്ങൾ ഉണ്ടാവുക. ആത്മാർത്ഥമായിട്ട് ഒരു കുടുംബം, ഏത് ഭാര്യ ഭർത്താവെന്ന് മാത്രമല്ല മറ്റുള്ള ഫ്രണ്ട്സുകളുടെ ഇടയിലായാലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ അധികാരം ഉണ്ടാവും. എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ്, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു ആണ് എപ്പോഴും ഒരു പെണ്ണിന് താഴ്ന്നു കൊടുക്കുകയാണ് വെച്ചെങ്കിൽ അവിടെ ആ ആണിൻ്റെ മേലെ ആ പെണ്ണിനുണ്ടാവുന്ന ആ ഒരു സ്വാതന്ത്ര്യം, അവിടെ സ്വാതന്ത്ര്യം സ്നേഹം കുറവ് വരികയാണ്. അവിടെ കുറവ് വരുമ്പോൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ആണ് പെണ്ണിന് എന്താ പറയുക സ്വാതന്ത്ര്യം കൊടുക്കണം. ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൻ്റെ അർത്ഥം ആ ആണ് പെണ്ണിൽ നിന്ന് എസ്കേപ്പ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം വെച്ചെങ്കിൽ അധികാര സ്വരത്തിൽ അതിനെ ആ ആണിന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ പെണ്ണിനെ കൊണ്ട് അല്ലാച്ചെങ്കിൽ കൂട്ടുകാരനാണെങ്കിലും ആത്മാർത്ഥ കൂട്ടുകാരന്മാരായി കഴിഞ്ഞാലും അത് തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. അല്ലാച്ചെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് അവൻ്റെ കൂടപ്പിറപ്പിനോടായാലും അവൻ്റെ കൂട്ടുകാരന്മാരോടായാലും അവൻ്റെ പ്രാണസഖിയോടായാലും ആരോടായാലും അധികാര സ്വരത്തിൽ പറയും. ഈ അധികാര സ്വരം വിടുമ്പോൾ അത് മറ്റുള്ളവർക്ക് തോന്നും അത് അവിടെ ആ എതിർ കക്ഷി നിൽക്കുന്ന ആൾക്ക് അവിടെ ഭയങ്കര അധികാരം വന്ന് അവൻ ആ ഒരു മറ്റൊരാളിലാണ് ഇപ്പോൾ ഇവൻ അടിയറ വെച്ചിരിക്കുകയാണ് മറ്റുള്ളവൻ്റെ വാക്ക് കേട്ടിട്ട്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് അടിയറ വെക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു എസ്കേപ്പായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. രക്ഷപ്പെടൽ നമ്മളിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ
ഉപദേശിക്കുന്നത് എന്തിനാണ്? അവൻ്റെ നന്മ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഞാൻ ഉപദേശിക്കുക. ആ കൂട്ടുകാരൻ ആ നന്മ അനുസരിച്ചില്ല എങ്കിൽ ഞാനെന്താ വിചാരിക്കുക? ഞാൻ കൂട്ടുകാരന് ഇഷ്ടംപോലെ ചെയ്തോട്ടെ. അപ്പോൾ എന്തായി, എൻ്റെ മനസ്സിൽ നിന്നും ആ കൂട്ടുകാരൻ്റെ സ്ഥാനം അവിടെ കുറഞ്ഞു വരികയാണ്. ഞാൻ ആത്മാർത്ഥത ഉണ്ടാവുമ്പോഴല്ലേ ആ കൂട്ടുകാരനോട് ഞാൻ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളും തെറ്റ് വേണ്ട, ശരിയായി തോന്നുള്ള കാര്യം ഇതേപോലെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, എന്തിനാണ് അല്ലാച്ചെങ്കിൽ അത് ചെയ്ത് എന്ന് പറയുന്നത്. മറിച്ച് ആ വാക്ക് നമ്മൾ കൂട്ടുകാരൻ കേൾക്കുന്നില്ല എങ്കിൽ നമ്മളതിനെ വിട്ടുകൊടുക്കും. ആ വിട്ടുകൊടുക്കണതിൻ്റെ അർത്ഥം ആ കൂട്ടുകാരൻ ജയിച്ചു എന്നല്ല, അവർ തമ്മിലിടയിലുള്ള സ്നേഹത്തിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ കാര്യം ശരിയാണോ? അതിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യമുണ്ട്, നിങ്ങളൊന്ന് അതിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയട്ടെ. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതിന് വിശേഷങ്ങളൊന്നും കമൻറ്റിലൊന്നും ഇങ്ങനെ പറയണം കേട്ടോ.